ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, അങ്ങ് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയണത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്, മുൻവിധിയോടുകൂടി. അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ. അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ, ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം, അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെ ഉള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇസ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പ് കൊണ്ടുവന്ന പല ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു, ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല, നിങ്ങൾ ബോധം ഉണ്ടാക്കിയല്ലേ? ഞങ്ങളിപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങള് അതുകൊണ്ടെന്താ കുഴപ്പം? ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയില്ല. അത് ശരിയായ ക്രമമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.